നിളയുടെ തീരത്ത് പുനർജനിക്കുന്ന മാമാങ്കം. ആനന്ദവനം ഭാരതിയുടെ നേതൃത്വത്തിൽ കേരളത്തിന് സ്വന്തം കുംഭമേള. പഴയ SFI-കാരൻ നിളയുടെ തീരത്ത് കുംഭമേള വിജയിപ്പിച്ച കഥ. തിരുനാവായിലെ ഭാരതപ്പുഴയുടെ മണപ്പുറത്ത് ചരിത്രവും ആത്മീയതയും കൈകോർക്കുന്ന അപൂർവതയ്ക്കാണ് കുറച്ചു ദിവസങ്ങളായി കേരളം സാക്ഷ്യം വഹിച്ചത്. 250 വർഷങ്ങൾക്ക് മുൻപ് നിലച്ചുപോയ മാമാങ്കത്തിന്റെ ആത്മീയ പതിപ്പായ മഹാമാങ്ക മഹോത്സവം ഭാരതപ്പുഴയുടെ തീരത്ത് പുനർജനിക്കുമ്പോൾ അത് ദക്ഷിണ ഭാരതത്തിന്റെ കുംഭമേളയായി മാറി. ഈ ചരിത്രപരമായ മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്നത് ജുന അഖാഡയിലെ മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതിയാണ്. മലയാളിയായ സന്യാസി വര്യൻ. അസാധ്യമെന്ന് കരുതിയതാണ് സാധിച്ചെടുത്തത്. പലവിധ എതിർപ്പുകളുണ്ടായി. പക്ഷേ പഴയ SFI-കാരൻ തളർന്നില്ല. ആത്മീയതയുടെ കരുത്തിൽ എല്ലാ എതിർപ്പുകളെയും അപ്രസക്തമാക്കി അങ്ങനെ പുതുചരിത്രം പിറന്നു. കേരളത്തിൽ ഹൈന്ദവത ഉയർത്തിപ്പിടിച്ച ചെങ്കോട്ടുകോണം സ്വാമിക്ക് ശേഷം ചരിത്രം കുറിച്ച മറ്റൊരു സന്യാസിയായി മാറുകയാണ് മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതി. ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായി നിയമിതനായ ആദ്യ മലയാളിയാണ് തൃശൂർ ചാലക്കുടി സ്വദേശിയായ സ്വാമി ആനന്ദവനം ഭാരതി. പൂർവാശ്രമത്തിൽ സലീൽ P. 2025 ജനുവരിയിൽ പ്രയാഗ്രാജ് കുംഭമേളയിലാണ് അദ്ദേഹം ഈ പദവിയിലേക്ക് അഭിഷേകം ചെയ്യപ്പെട്ടത്. മുൻ മാധ്യമപ്രവർത്തകനും കേരള പ്രസ് അക്കാദമിയിൽ 1ാം റാങ്ക് ജേതാവുമായിരുന്നു ഇദ്ദേഹം. പഠിക്കുമ്പോൾ SFI-കാരൻ, വീറോടെ വിപ്ലവ മുദ്രാവാക്യം വിളിച്ച യുവാവ്. പിന്നീട് ആധ്യാത്മികതയിലേക്ക് തിരിയുകയും കാശി, ഋഷികേശ്, ഹിമാലയം എന്നിവിടങ്ങളിൽ സാധന അനുഷ്ഠിക്കുകയും ചെയ്തു. പൂർവാശ്രമത്തിൽ കേരള വർമ്മ കോളേജിൽ പഠിക്കുമ്പോൾ SFI നേതാവായിരുന്നു. ആധ്യാത്മിക പാതയിൽ 12 വർഷത്തിലധികമായി ജൂന അഖാഡയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. സ്വാമി അവധേശാനന്ദ് ഗിരിയാണ് അദ്ദേഹത്തെ മഹാമണ്ഡലേശ്വരായി വാഴിച്ചത്. കാളിക പീഠാധീശ്വരം കൊട്ടാരക്കര അവധൂതാശ്രമത്തിന്റെ ഉത്തരാധികാരിയുമാണ്. ധർമ്മപ്രചരണത്തിനും ധർമ്മസംരക്ഷണത്തിനുമായി കേരളം കേന്ദ്രമാക്കി ദക്ഷിണ ഭാരതത്തിൽ അഖാഡയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയാണ് സ്വാമിയുടെ ലക്ഷ്യം. കേരളത്തിൽ നിന്നും ഈ ഉന്നത പദവിയിലെത്തുന്ന 3ാമത്തെ വ്യക്തിയും ജൂന അഖാഡയിലെ ആദ്യ മലയാളിയുമാണ് സ്വാമി ആനന്ദവനം ഭാരതി. ഈ സ്വാമിയാണ് കേരളത്തിൽ കുംഭമേള എത്തിച്ചത്. ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കുന്ന കുംഭമേളകളുടെ അതേ ഗരിമയോടെ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിന് മുന്നിൽ നിളയുടെ മാറിലാണ് ഈ പുണ്യസംഗമം നടന്നത്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാമാഗത്തിന്റെ മാതൃകയിൽ വരും വർഷങ്ങളിൽ ഇത് ലോകശ്രദ്ധയെ ആകർഷിക്കുന്ന തീർത്ഥാടനമായി മാറ്റാനാണ് സംഘാടകർ ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ നിന്നുള്ള 3ാമത്തെ മാത്രം മഹാമണ്ഡലേശ്വർ എന്ന പദവി അലങ്കരിക്കുന്ന സ്വാമി ആനന്ദവനം ഭാരതി ഉത്തരേന്ത്യൻ കുംഭമേളകളുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ തനതായ ആചാരങ്ങളെ ഇതിൽ കോർത്തിണക്കുന്നു. പ്രതീക്ഷിക്കാത്ത വിധമായിരുന്നു കുംഭമേളയിൽ പങ്കെടുക്കാൻ നിളയുടെ തീരത്തേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തിയത്. ഇതോടെ സ്വാമി ആനന്ദവനം ഭാരതിയുടെ ആ ആത്മീയ ശ്രമവും അഭിനന്ദനങ്ങളുടെ കൊടുമുടി കയറുകയാണ്.